മെർജാൻ വിവാഹത്തിന് വാക്കുകൊടുത്തു കഴിയുമ്പോൾ അവരുടെ പേരിലുള്ള എല്ലാ കമ്പനികളുടെയും അധികാരം ആദേശ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് നടക്കുന്ന മീറ്റിംഗില് എല്ലാ ബോർഡ് മെമ്പേഴ്സും കൃത്യസമയത്ത് തന്നെ എത്തണമെന്ന് ആദേശ് അവരെ അറിയിച്ചിട്ടുണ്ടാകും. അതനുസരിച്ച് മുറാട്ടും അവിടേക്ക് വരുമ്പോഴാണ് നസീർ അവനെ തടഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് അവൻ മുറാട്ടിനോട് പറയും, ആദേശ് ഒരിക്കലും മെർജാന്റെ വിവാഹം കഴിക്കരുത്. അപ്പൊ മുറാട്ടും പറയും, അതിനുള്ള സമയമെല്ലാം കഴിഞ്ഞുപോയി നസീർ, ഇനി നമുക്കൊന്നും ചെയ്യാനാകില്ല. ഇന്ന് രാവിലെ മാൻഷനിലേക്ക് വന്ന് എല്ലാ അധികാരവും അവർ ഏറ്റെടുത്തു. ഇത് കേട്ട് കഴിയുമ്പോൾ നസീറും പറയും, എല്ലാ മാർഗവും അവസാനിച്ചെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ, ആദേശിനെ നമുക്ക് കൊന്നുകളയാം. നസീറിന്റെ സംസാരം കേട്ട് പേടിച്ചു പോയ മുറാട്ടും അവനോട് ചോദിക്കും, ആദേശിനെ കൊല്ലാനോ? ആര്? അപ്പൊ നസീർ വളരെ കൂളായിട്ട് പറയും, വേറെ ആരാ, നീ തന്നെ. ഞാൻ ആദേശിനെ കൊല്ലാനോ എന്നവൻ വളരെ ഷോക്കായിട്ട് ചോദിക്കുമ്പോ നസീർ അവന്റെ ഫോണില് ഒരു വീഡിയോ മുറാട്ടിന് കാണിച്ചു കൊടുത്തിട്ട് പറയും, നീ ഇത് നോക്കിയേ, ഈ പാവം പെണ്ണ് നിന്റെ കൈകൊണ്ട് മരിച്ച കാര്യം ലോകത്ത് മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നല്ലേ നീ കരുതിയത്? നീ ആദേശിനെ കൊന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ ലോകത്തിലുള്ള എല്ലാവരും കാണും. അങ്ങനെ മുറാട്ടിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത ശേഷം അവന്റെ കയ്യിലേക്ക് ഒരു ഗണ്ണ് കൊടുത്തിട്ട് നസീർ പറയും, നിന്റെ ഭാവി നിന്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നസീർ അവിടെ നിന്ന് പോകും. ഇപ്പൊ മീറ്റിംഗ് തുടങ്ങാനായിട്ട് കോൺഫറൻസ് റൂമിലേക്ക് വന്ന ഹൈദർ കാണുന്നത് തന്റെ സീറ്റിലിരിക്കുന്ന ആദേശിനെയാണ്. ഹൈദറിന് നന്നായിട്ട് ദേഷ്യം വന്നെങ്കിലും അധികാരമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്ന് മാറിയിരിക്കും. അങ്ങനെ ആ മീറ്റിംഗിൽ വെച്ച് ഹൈദറിന്റെ പേരിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഓണർഷിപ്പും ആദേശിന്റെ പേരിലേക്ക് മാറ്റിയതായിട്ട് എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് മുറാട്ട് അവിടേക്ക് കയറി വരുന്നത്. അവനെ കാണുമ്പോ ആദേശം അവനോട് ചോദിക്കും, മീറ്റിംഗിന്റെ സമയം എല്ലാവരെയും ഞാൻ നേരത്തെ അറിയിച്ചിരുന്നതല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് മുറാട്ട് ചോദിക്കുമ്പോ ആദേശം അവനോട് പറയും, പുറത്തേക്ക് ഇറങ്ങു നീ. ആദേശ് ഇതേപോലെ ഷൗട്ട് ചെയ്തത് കേട്ടിട്ട് മെർജാനും ഹൈദറിനും നന്നായിട്ട് ദേഷ്യം വരും. എന്നിട്ട് അവളും ചോദിക്കും, വെറും 2 മിനിറ്റ് ലേറ്റ് ആയതിനാണോ നീ ഇതേപോലെ പെരുമാറുന്നത്? ആദേശം പറയും, 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും എന്റെ റൂൾസ് അതെല്ലാവരും ഫോളോ ചെയ്തോളണം. അങ്ങനെ വളരെ ഇൻസൾട്ടഡ് ആയി മുറാട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അവനും നസീർ കൊടുത്ത ഗണ്ണ് വളരെ ദേഷ്യത്തോടെ പിടിക്കും. പിന്നീട് മീറ്റിംഗ് അവസാനിക്കുമ്പോ അസ്ലീം മെർജാനും ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പൊ അസ്ലീം ആദേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചു തരാം. ഇത് കേൾക്കുമ്പോ ആദേശം അവളോട് പറയും, വേണ്ട, ഒരുപാട് നേരമായി നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഇനി നീ പോയി റെസ്റ്റ് എടുത്തോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആദേശ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം എന്നവൾ പറയുമ്പോ അവനും പറയും, ഇനി ഇവിടെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആദേശ് നിർബന്ധിച്ച് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ അസ്ലീം ഒട്ടും മനസ്സിലാതെ അവിടെ നിന്ന് പോവുകയാണ്. അവൾ പോകുന്നത് കാണുമ്പോ മെർജാനും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. ഇത് കാണുമ്പോ ആദേശം അവളോട് ചോദിക്കും, നീ എങ്ങോട്ടായി പോകുന്നത്? മെർജാനും പറയും, നീയല്ലേ ഇപ്പൊ പറഞ്ഞത് ഇവിടത്തെ വർക്ക് കഴിഞ്ഞു എന്ന്. അപ്പോ ആദേശം പറയും, നിന്റെ വർക്ക് തീർന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോ നിന്റെ ഹെൽപ്പ് വേണം. അങ്ങനെ മെർജാനും വളരെ ദേഷ്യത്തോടെ അവിടെ ഇരിക്കുമ്പോ ആദേശ് അവളോട് പറയും, ഈ ഒരു പ്രൊജക്ടിനെ പറ്റി എത്ര നോക്കിയിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല, നീ ഇവിടേക്കൊന്ന് വന്നേ. അങ്ങനെ ആദേശിന്റെ അടുത്തേക്ക് വന്ന മെർജാനും അതിനെപ്പറ്റി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. മെർജാൻ മൗസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദേശം പതിയെ അവന്റെ കൈ അവളുടെ കൈയുടെ മുകളിലേക്ക് വയ്ക്കുകയാണ്. അതിഷ്ടപ്പെടാതെ മെർജാനും പെട്ടെന്ന് തന്നെ അവളുടെ കൈ അവിടെ നിന്നും മാറ്റും. എന്നിട്ട് അവളും കുറച്ച് ഡിസ്റ്റൻസില് അവന്റെ അടുത്ത് നിന്ന് മാറിയിരിക്കാൻ നോക്കുമ്പോ ആദേശ് അവളുടെ ചെയറിൽ പിടിച്ചു വലിച്ച് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരുത്തും. അതില് നല്ല ദേഷ്യം തോന്നി മെർജാനും അവനോട് പറയും, ആദ്യം നീ എംപ്ലോയീസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പഠിച്ചിട്ട് വാ. ഇതും പറഞ്ഞിട്ട് അവിടെ നിറങ്ങിയ മെർജാൻ നേരെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കായിരുന്നു. ആദേശ് അറിയാതെ വലിയൊരു പ്രൊജക്ട് മറ്റൊരു കമ്പനിയുമായി നടത്താൻ അവൾ തീരുമാനിച്ചിരുന്നു. അതിന്റെ മീറ്റിംഗിന് വേണ്ടിയാണ് അവൾ അവിടേക്ക് വന്നത്. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവളുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ച് അവിടേക്ക് വന്നത് ആദേശായിരുന്നു. ആദേശിനെ കാണുമ്പോ തന്നെ മെർജാനും ടെൻഷനായിട്ട് അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെ? ആദേശം ചിരിച്ചുകൊണ്ട് അവൾ ഓർഡർ ചെയ്ത കോഫി കുടിച്ചിട്ട് പറയും, നീ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, നീ പ്രതീക്ഷിക്കുന്ന ആള് ഇവിടെ വരാൻ പോകുന്നില്ല. ഒരുപാട് വിഷമം തോന്നിയ മെർജാനും ആദേശിനെ കുറെ ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ആദേശ് അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയും, എന്റെ കൂടെ നിന്നിട്ട് ഇതേപോലെ എന്നെ പിന്നിൽ നിന്ന് കുത്താൻ ഇനി നീ ശ്രമിക്കണ്ട, കാരണം നീ എന്തു ചെയ്താലും അപ്പോ തന്നെ ഞാനതറിയും. നിനക്കിപ്പോ മനസ്സിലായല്ലോ എന്നെ, ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പറയും, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. മെർജാനും ആ സമയത്ത് നല്ല ദേഷ്യത്തിലായതുകൊണ്ട് അവൾ പറയും, ഇവിടേക്ക് തനിയെ വരാൻ അറിയാമെങ്കിൽ തിരിച്ചു പോകാനും എനിക്കറിയാം, അതിനെനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. പക്ഷേ ആദേശ്,
ഇതൊന്നും കേൾക്കാതെ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. വീട്ടിലെത്തിക്കഴിയുമ്പോ ആദേശ് അവൾക്കൊരു വാണിംഗ് കൊടുക്കും. ഇനി ഒരിക്കൽ പോലും എന്നെ അറിയിക്കാതെ ഒരു കാര്യവും നീ ചെയ്യരുത്. അത് വീട്ടിലായാലും ഓഫീസിലായാലും. മർജാനും പറയും, നിന്റെ അനുവാദം വാങ്ങി എല്ലാ കാര്യവും ചെയ്യാനായിട്ട് ഇതുവരെ നമ്മുടെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആദേശം പറയും, ഇപ്പൊ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷേ അതുടനെ നടക്കും. നീ എന്റെ ഫ്യൂച്ചർ വൈഫല്ലേ എന്ന് പറഞ്ഞിട്ട് അവനും അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ, നീ അത് ഉറപ്പിക്കണ്ട ആദേശ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് മെർജാൻ അവിടെ നിന്നും പോവുകയാണ്. ഇപ്പൊ റൂമിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോ മെർജാൻ കാണുന്നത് ആദേശിന്റെ ആന്റി ഒരുപാട് ഡ്രസ്സൊക്കെ അവളുടെ ബെഡിൽ നിരത്തി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് അവളും ചോദിക്കും, എന്താണിതൊക്കെ? നിങ്ങളോട് ആരാണ് എന്റെ അനുവാദമില്ലാതെ എന്റെ മുറിയിൽ കയറാൻ പറഞ്ഞത്? ആന്റിയും പറയും, ഞാനെന്തിനാ നിന്റെ അനുവാദം ചോദിക്കുന്നത്? ഇതെല്ലാം ഇപ്പൊ ഞങ്ങളുടേതാണ്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം നിനക്ക് വിവാഹശേഷം ഇടാനുള്ളതാണ്. ഈ ഒരു ഗൗൺ നിനക്ക് ഫസ്റ്റ് നൈറ്റിൽ ഇടാൻ വേണ്ടിയുള്ളതാണ്. കോൺട്രാക്ട് മാരേജ് ആണെങ്കിലും ഈ 187 ദിവസം നീ ആദേശിന്റെ ഭാര്യയാണ്. ഒരു ഭാര്യയുടെ എല്ലാ കടമകളും ഈ ദിവസങ്ങളിൽ നീ അവനോട് നിർബന്ധമായി നിറവേറ്റിയിരിക്കണം. ഇതെല്ലാം പറഞ്ഞ ശേഷം ആന്റിയും അവിടെ നിന്ന് പോകുമ്പോ മെർജാനും ദേഷ്യപ്പെട്ട് ബഹളമുണ്ടാക്കി ആ ഡ്രസ്സെല്ലാം ദൂരേക്ക് എറിഞ്ഞു കളയും. മെർജാന്റെ ഈ ഒരു ഒച്ചപ്പാട് കേട്ടിട്ട് അവിടെ കൂടി വന്ന ആദേശിനെ കാണുമ്പോൾ അവള് പറയും, എന്താ നിങ്ങളുടെ ആന്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അവരുടെ കയ്യിലെ കളിപ്പാവയാണെന്നാണോ? അവര് പറയുന്നത് കേട്ടാടാനായിട്ട്? എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും അറിയാത്തത് കൊണ്ട് ആദേശം അവളോട് ചോദിക്കും, നീ എന്തിനെ പറ്റി പറയുന്നത്? അപ്പൊ മെർജാനും ദേഷ്യപ്പെട്ട് പറയും, അതെന്താണെങ്കിലും എന്റെ സങ്കടങ്ങൾ എന്തിനാ ഞാൻ നിന്നോട് പറയുന്നത്? നിന്നോട് ആരാ ഇപ്പൊ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോ. പക്ഷേ ആദേശ് ഇതൊന്നും അനുസരിക്കാതെ കൂടുതൽ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറയും, അതെന്താണെങ്കിലും ശരി, ആന്റി പറയുന്നതെല്ലാം അനുസരിച്ച് ശീലിക്കുന്നതാണ് നിനക്കും നല്ലത്. മെർജാനും പറയും, ഒരിക്കലുമില്ല, കാരണം അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിന്നെ. ഇത് കേൾക്കുമ്പോ നന്നായിട്ട് ദേഷ്യം വന്ന ആദേശം മെർജാനെ പിടിച്ചു വലിച്ച് കൂടുതൽ അവനോട് ചേർത്ത് നിർത്തും. പക്ഷേ ആ ഒരു സമയത്ത് മെർജാന്റെ കരച്ചിൽ കണ്ടിട്ട് നന്നായിട്ട് വിഷമം തോന്നിയ ആദേശം കൂടുതലൊന്നും പറയാതെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അടുത്ത ദിവസമാകുമ്പോ ആദേശം മെർജാനെ വിളിച്ചിട്ട് പറയും, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ നിനക്കൊരു ലൊക്കേഷൻ അയക്കാം, നീ അവിടേക്ക് വരണം. അപ്പൊ മെർജാനും പറയും, എനിക്കിപ്പോ വരാൻ പറ്റില്ല, എനിക്ക് വേറെ ചില തിരക്കുകളെല്ലാം ഉണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ നീ ഫോണിൽ കൂടെ പറഞ്ഞോ. ഇത് കേട്ടിട്ട് ആദേശം പറയും, എനിക്ക് നിന്നോട് നേരിട്ടാണ് സംസാരിക്കേണ്ടത്, മര്യാദയ്ക്ക് ഞാൻ അയച്ച ലൊക്കേഷനിലേക്ക് വന്നോ. ഇതും പറഞ്ഞിട്ട് ആദേശ് ഫോൺ കട്ട് ചെയ്യുമ്പോ മെർജാനും ചോദിക്കും, ഇവനെന്താ എന്റെ അടുത്ത് ഓർഡർ ചെയ്യുകയാണോ? ഈ ഒരു സമയത്ത് മെർജാന്റെ അടുത്തേക്ക് വന്ന മുറാട്ടമ്മളോട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത്? ആദേശിനെ കാണാനാണെന്ന് പറയുമ്പോ, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ആദേശിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ അവർ ആദേശ് അയച്ച ലൊക്കേഷനിലേക്ക് എത്തിക്കഴിയുമ്പോ മുറാട്ട് മിർജാനോട് പറയും, നീ ഇവിടെ ഇരിക്കെ, ഞാൻ അവനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ മുറാട്ട് ആദേശിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവനും ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്? മെർജാൻ എവിടെ? മുറാട്ടും പറയും, ഓൾറെഡി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മെർജാനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കേണ്ടെന്ന്. ഇനി നീയായിട്ട് തന്നെ ഇതിൽ നിന്നും പിന്മാറുന്നതാണ് നിനക്കും നല്ലത്. ആദേശം പറയും, നിന്നെ പോലത്തെ പിള്ളേരുടെ അടുത്തേക്ക് ഞാൻ എന്തിനെതിരെ മറുപടി പറയുന്നത്? മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ആദേശ് വീണ്ടും തന്നെ ഇൻസൾട്ട് ചെയ്തത് മുറാട്ടിന് സഹിക്കാൻ കഴിയില്ല. ആ ഒരു ദേഷ്യത്തില് അവൻ ആദേശിനെ അടിക്കാൻ വേണ്ടി വരുമ്പോ അത് കണ്ട് ആദേശ് കറക്റ്റായിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. അപ്പോ തന്നെ തിരിച്ചടിച്ച ആദേശും മുറാട്ടിനെ ഇടിച്ച് താഴേക്കിടുകയാണ്. ഇത് കണ്ടിട്ട് ഓടി വന്ന മെർജാനും ആദേശിനെ പിടിച്ചു മാറ്റിയിട്ട് അവനോട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയും. മെർജാന്റെ വാക്ക് കേട്ടിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ആദേശിനെ മുറാട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഒരു അറ്റാക്കില് ആദേശ് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് ഗണ്ണ് താഴെ കിടക്കുന്നതാണ്. അപ്പൊ തന്നെ ആദേശ് ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീണു പോകും. ഇത് കണ്ട് പേടിച്ചു പോയ മെർജാനും മുറാട്ടിനോട് ചോദിക്കും, നീ എന്താണ് ഈ ചെയ്തത്? പക്ഷെ മുറാട്ട് മെർജാനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അപ്പൊ മെർജാനും മുറാട്ടിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയും, അവനെ ഇങ്ങനൊരവസ്ഥയില് തന്നെ ഇവിടെ ഇട്ടുകൊണ്ടു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നിട്ട് അവൾ നേരെ ആദേശിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവൾ ആദ്യം ആദേശിനെ തൊട്ടു നോക്കും. ആദേശിന് ജീവനുണ്ടെന്നറിയുമ്പോ അവൾ ദൈവത്തോട് നന്ദി പറയും. ആദേശിന്റെ ബോഡിയിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോകുന്നത് കണ്ടിട്ട് മെർജാൻ അവളുടെ സ്കാർഫ് ഊരി അവിടെ അമർത്തി വെച്ചു കൊടുക്കും. ഈ ഒരു സമയത്ത് മുറാട്ട് മെർജാന്റെ കാറും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ മെർജാനും ഒരുപാട് തവണ ആദേശിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ കണ്ണു തുറക്കുകയാണ്. അത് കാണുമ്പോ മെർജാനും പറയും, ആദേശ് വാ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം. പക്ഷേ ആദേശ് അതൊന്നും കേൾക്കാതെ
നല്ല ദേഷ്യത്തോടെ മെർജാനോട് പറയും, എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ട, ആദ്യം അവനിട്ടുള്ളത് കൊടുക്കണം. അങ്ങനെ ആദേശും മുറാട്ടിനെ കാണാൻ വേണ്ടി കാറിലേക്ക് കയറുമ്പോ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് മെർജാനും അവന്റെ കൂടെ പോകും. കാറിൽ കയറിയ ശേഷവും മെർജാൻ പറയുന്നുണ്ട്, നീ വെറുതെ വാശി കാണിക്കല്ലേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, നിന്റെ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആദേശ് നല്ല വാശിയിലായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതൊന്നും കേൾക്കാൻ അവൻ തയ്യാറാകില്ല. ഈ ഒരു സമയം വീട്ടിലേക്ക് എത്തിയ മുറാട്ടും അച്ഛന്റെ അടുത്ത് കരഞ്ഞു പറയുകയാണ്, എന്നെ രക്ഷിക്കണം, ഞാൻ ആദേശിനെ ഷൂട്ട് ചെയ്തു എന്ന്. ഇതെല്ലാം കേട്ട് അവരും പേടിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ആദേശ് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവന് നേരെ മുറാട്ടിനെ കൊല്ലാൻ വേണ്ടി വരും. അവരെല്ലാവരും കൂടെ കരഞ്ഞു പറഞ്ഞിട്ട് പോലും ആദേശ് അവനെ വിടില്ല. ഈ ഒരു സമയം മുറാട്ടിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മെർജാനും അവനോട് പറയും, അവനെ വെറുതെ വിട്, അവനല്ല, ഞാനാ നിന്നെ ഷൂട്ട് ചെയ്തത്. മെർജാൻ പറയുന്നതൊന്നും വിശ്വസിക്കാനാവാതെ ആദേശ് വളരെ ഷോക്കായിട്ട് അവളെ നോക്കുകയാണ്. ആ ഒരു ഷോക്ക് കൊണ്ടും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടും ആദേശ് അപ്പോൾ തന്നെ അവിടെ വീണു പോകും. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ലൈക്കും ഹൈപ്പൊക്കെ തരാൻ മറക്കല്ലേ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.